ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ലേണിംഗ് ആപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇയർ LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ SCRTയിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ഖാദി ബോർഡ് LDC 4ാം ഘട്ട പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് SCRTയിൽ നിന്ന് ഡയറക്റ്റായിട്ട്, അതായത് സാധാരണയുള്ള 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഏകദേശം 40ഓളം ചോദ്യങ്ങൾ SCRTയിൽ നിന്ന് ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സോഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ കഴിഞ്ഞ LDC ഖാദി ബോർഡ് തന്നെ 4 ഘട്ടമായിട്ട് നടന്ന് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും സോഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതേപോലെ തന്നെ PSC ചോദിക്കുന്നത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒളിപ്പിച്ച് വെച്ച സാധനങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. അത് സോഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമാകും. അപ്പോൾ തീർച്ചയായിട്ടും SCRTക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എന്തൊക്കെയാണ് PSCക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇയർ LDCക്ക് ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT സോഷ്യൽ സയൻസ് മുഴുവൻ പാഠഭാഗങ്ങളുടെയും സയൻസ് ഇമ്പോർട്ടൻറ്റ് പാഠഭാഗങ്ങളുടെയും വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ്. എല്ലാ പാഠഭാഗങ്ങളും ഉണ്ട്. പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മിക്ക PSC പരീക്ഷകൾ കഴിഞ്ഞാലും അതിൻ്റെ ക്വസ്റ്റ്യൻ സോഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച 10 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഉപ്പു സത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് പേജ് നമ്പർ 163, കേരളം ആധുനികതയിലേക്ക്. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി എന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ അയ്യങ്കാളിയുടെ തൊട്ടുതാഴെ വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് കൃത്യമായിട്ട് അവിടെ ടേബിളായി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി പയ്യന്നൂരാണ് കറക്റ്റ് ആൻസർ. സെയിം ചാപ്റ്റർ തന്നെയാണ്, പേജ് നമ്പർ 167. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മലയാളി മെമ്മോറിയൽ. സെയിം ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം. തിരുവിതാംകൂർ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാരെ? ഓപ്ഷൻ സി ആണ്, AV കുട്ടിമാളു അമ്മ. സെയിം ചാപ്റ്ററാണ്, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനിമസ് ഗ്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. നെക്സ്റ്റ്, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, C ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ ആണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്, കേരളം ആധുനികതയിലേക്ക് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ്. അവിടെ ബോക്സിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അതിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. ചേറ്റൂർ ശങ്കരൻ നായർ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു എന്ന് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, K കേളപ്പൻ. സെയിം ചാപ്റ്ററാണ്, കേരളം ആധുനികതയിലേക്ക് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ്. അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. K കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു 1931. 162 പേജ് നമ്പർ 162, കേരളം ആധുനികതയിലേക്ക്. ഇതേ പേജിൽ നിന്ന് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നെക്സ്റ്റ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് കറക്റ്റ് ആൻസർ.
ആ സെയിം പേജിൽ തന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടി. ശ്രീനാരായണ ഗുരുവാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം പേജിൽ നിന്ന് തന്നെയാണ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? സെയിം പേജ് സെയിം ചാപ്റ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1859 കറക്റ്റ് ആൻസർ. അതിൻ്റെ ആ പേജിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആഞ്ചലോസ് ഫ്രാൻസിസ്. ഓപ്ഷൻ ബി ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. സെയിം ചാപ്റ്റർ ആണ്. അവിടെ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം എന്ന ഒരു ടോപ്പിക്കിൻ്റെ താഴെ കാണാം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഇനി മറ്റുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. VP മേനോൻ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം. VP മേനോൻ്റെ ഫിഗർ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. നെക്സ്റ്റ് സെയിം ചാപ്റ്ററിൽ തന്നെയാണ്. ഈ ചാപ്റ്ററിന് ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളല്ലാത്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. VP മേനോൻ ആണ്. ഇത് ഈ ചാപ്റ്ററിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റ് അംഗങ്ങൾ. സോ ആൻസർ VP മേനോൻ ആണ് കറക്റ്റ് ആൻസർ. VP മേനോൻ ഇതിലെ അംഗമായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഓപ്ഷൻ ബി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സെയിം ചാപ്റ്ററിൽ തന്നെയാണ്. 1954 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 5. കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഡയലോഗ് അങ്ങനെ തന്നെ കാണാം. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓപ്ഷൻ സി ആണ് കോത്താരി കമ്മീഷൻ. സെയിം ചാപ്റ്റർ ആണ്. ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. DS കോത്താരി കമ്മീഷൻ. അതിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ. നെക്സ്റ്റ് 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ്. സെയിം ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ഗുൽസരിലാൽ നന്ദ. ആ ഒരു ബോക്സിലാക്കി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഗുൽസരിലാൽ നന്ദ വൈസ് ചെയർമാൻ ആയിരുന്നു. നെക്സ്റ്റ്, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സെയിം ചാപ്റ്റർ ആണ്. ഒരു ബോക്സിലാക്കി കൃത്യമായി കൊടുത്തിട്ടുണ്ട് അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലളിതകലാ അക്കാദമി. സെയിം ചാപ്റ്റർ തന്നെയാണ് ചോദ്യം. സ്ഥാപനം, പ്രവർത്തനങ്ങൾ, ആസ്ഥാനം കൃത്യമായി അവിടെ ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം രണ്ടും ജോഗ്രഫി 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സാണ്. ഈ 2 ചാപ്റ്ററിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കാറക്കോറം. 10th ജോഗ്രഫി പേജ് നമ്പർ 113. നെക്സ്റ്റ്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഉപദ്വീപീയ പീഠഭൂമി. സെയിം ചാപ്റ്ററാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ പേജ് നമ്പർ 122. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ. 113 പേജ് നമ്പർ എന്നാണ് ചോദ്യം. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, അതേപോലെ അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഈ 2 ചോദ്യങ്ങളും വന്നിരിക്കുന്നത് സെയിം ചാപ്റ്റർ തന്നെയാണ്. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ നദി. അമരാവതി കാവേരിയുടെ പോഷക നദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. സെയിം ചാപ്റ്റർ തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡെക്കാൻ പീഠഭൂമി കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 122. നെക്സ്റ്റ്, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രമാണ്. പേജ് നമ്പർ 154. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കൈഗ കർണാടകത്തിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയമാണ്. പേജ് നമ്പർ 152. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ചാപ്റ്ററിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മറ്റൊന്ന്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. പേജ് നമ്പർ 149. സെയിം ചാപ്റ്ററാണ്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അവിടെ ഇരുമ്പുരുക്ക് ശാലകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3-ാമതായിട്ട് കാണാം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ PSC പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഓപ്ഷൻ എ മുംബൈ അഹിയാണ് കറക്റ്റ് ആൻസർ. പേജ് നമ്പർ 151. സെയിം ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഓപ്ഷൻ സി ആണ് മുംബൈ ആണ് കറക്റ്റ് ആൻസർ. പേജ് നമ്പർ 142 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. മറ്റൊരു ക്വസ്റ്റ്യൻ, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചാൽ ഓപ്ഷൻ സി ആണ് അബനീന്ദ്രനാഥ ടാഗോർ. ഈ ചോദ്യം വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സംസ്കാരവും ദേശീയത എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഭാരതമാത. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ സി അമേരിക്കയാണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യവും സെയിം ചാപ്റ്ററാണ് സമരവും സ്വതന്ത്രവും. നേരത്തെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. സോഷ്യൽ സയൻസ് 10th സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവയെല്ലാം. ഈ ചോദ്യം വന്നിരിക്കുന്നതും 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ചാപ്റ്റർ സമരവും സ്വതന്ത്രവും നേരത്തെ തൊട്ട് മുമ്പ് കണ്ട ചാപ്റ്റർ തന്നെയാണ്. അവിടെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, അതേപോലെ IITUC എല്ലാ സംഘടനകളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന ആൻസർ വന്നത്. നെക്സ്റ്റ്, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത്? ഓപ്ഷൻ സി പൂനം കൃഷിയാണ് കറക്റ്റ് ആൻസർ. 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പേജ് നമ്പർ 80 പ്രാചീന തമേകം. അവിടെ ഒരു ബോക്സിൽ പൂനം കൃഷി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, തൊട്ടപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും ഈ കാർഷിക രീതി നിലവിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രാചീന തമേകം 8ാം ക്ലാസ് സോഷ്യൽ സയൻസ്. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. മറ്റൊന്ന്, പാന്തമി പാട്ടുകളിൽ പരാമർശിച്ചുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ചക്ക. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. സെയിം ചാപ്റ്ററാണ് 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പ്രാചീന തമേകം പേജ് നമ്പർ 81. 80ൽ നിന്നായിരുന്നു തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ. ഇത് 81ാമത്തെ പേജിൽ നിന്നാണ്. തേനൂറും ചക്കകൾ എന്ന് പറഞ്ഞിട്ട് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ്, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമേകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഓപ്ഷൻ സി പറവൂരാണ് കറക്റ്റ് ആൻസർ. സെയിം ചാപ്റ്ററാണ് പേജ് നമ്പർ 82. 80, 81, 82 അവിടെ കൊടുത്തിട്ടുണ്ട്. പട്ടണം ഉത്ഖനനം എന്ന് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നടക്കുന്ന ഉത്ഖനനങ്ങൾ പ്രാചീന തമേകത്തിന് റോമുമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി കച്ചവട ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 80ൽ നിന്നും 81ൽ നിന്നും 82ൽ നിന്നും ഓരോരോ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ സി സംവാദ് കൗമുദിയാണ് കറക്റ്റ് ആൻസർ. ഇത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ നിന്നാണ് പേജ് നമ്പർ 90. അവിടെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജാറാം മോഹൻ റോയിനെ കുറിച്ച് അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. രാജാറാം മോഹൻ റോയ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ മറ്റ് ക്വസ്റ്റ്യൻസും ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശ്യാം ശരൺ നേഗിയാണ് കറക്റ്റ് ആൻസർ. ശ്യാം ശരൺ നേഗി. ചോദ്യം 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ആണ്. പേജ് നമ്പർ 120. തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോവും ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ കിന്നാറിലെ കൽപ്പ പോളിംഗ് ബൂത്തിൽ ഒരു VIP വോട്ടറെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ശ്യാം ശരൺ നേഗിയുടെ ഒരു പത്രവാർത്തയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നാണ് ആ ചോദ്യം വന്നത്. ദ നെക്സ്റ്റ്, ജോഗ്രഫി എന്നൊരു ചോദ്യമാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മിസോസ്ഫിയർ. 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പിന്നെ പാർട്ട് 2 പേജ് നമ്പർ 176 നിന്നാണ് ഈ ചോദ്യം. അവിടെ അന്തരീക്ഷ പാളികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മീസോസ്ഫിയറിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പേജ് നമ്പർ 176 ഭൂമിയുടെ പുതപ്പ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകാണ് കറക്റ്റ് ആൻസർ. ഇത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ആണ്. പേജ് നമ്പർ 79 സമരവും സ്വാതന്ത്ര്യവും. ഈ ചാപ്റ്ററിൽ തന്നെയാണ് മറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ളത്. അവിടെയും കൃത്യമായിട്ട് പേജ് നമ്പർ 79 കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും.
100 ക്വസ്റ്റ്യൻസുള്ള PSC പരീക്ഷയിൽ 20ഓളം ക്വസ്റ്റ്യൻസ് മാത്സ് മെൻ്റൽ എബിലിറ്റിയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ അറൗണ്ട് 40ഓളം ക്വസ്റ്റ്യൻസും SCRTയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആ ഒരു ഇമ്പോർട്ടൻസിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.